ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി SIT തന്ത്രിമാരായ കണ്ഠരര് രാജീവരുടെയും കണ്ഠരര് മോഹനരുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് അനുമതി നൽകിയിട്ടില്ലെന്ന് തന്ത്രിമാർ പറഞ്ഞു. അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചന കൂടിയാണ് ശബരിമല തന്ത്രിമാരെ വിളിച്ചുവരുത്തിയുള്ള ചോദ്യം ചെയ്യൽ. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിന് ദൈവഹിതം നോക്കി താൻ അനുമതി നൽകിയെന്നായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവരുടെ മൊഴി. പോറ്റിയെ അറിയാം, എന്നാൽ പാളികൾ കൈമാറിയത് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ദൈവഹിതം നോക്കി മാത്രമാണ്. ആചാരപരമായ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. പ്രധാന തീരുമാനം വരേണ്ടത് ദേവസ്വം ബോർഡിൽ നിന്നാണ്. എന്നാൽ പാളികൾ അറ്റകുറ്റപ്പണിക്കായി പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനല്ല, സന്നിധാനത്ത് വെച്ച് തന്നെ അത് പൂർത്തിയാക്കുന്നതിനാണ് അനുമതി നൽകിയതെന്നും രാജീവർ മൊഴി നൽകി. 2008 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സന്നിധാനത്ത് കീഴ്ശാന്തിയായി ഉണ്ടായിരുന്നതിനാലാണ് അദ്ദേഹത്തെ പരിചയമെന്നും തന്ത്രി കണ്ഠരര് മോഹനർ മൊഴി നൽകി. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ, എനിക്കറിയായിരിക്കും. ഞാനല്ല കൊണ്ടുവന്നത്, അതൊക്കെ SIT അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ ഒക്കത്തില്ല. ഇതിനിടെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാറിനെയും SIT ചോദ്യം ചെയ്തു. മറ്റുദ്യോഗസ്ഥർ പറഞ്ഞത് പ്രകാരം പ്രവർത്തിച്ചെന്നും തനിക്ക് മുമ്പുണ്ടായിരുന്ന മുരാരി ബാബുവാണ് എല്ലാം തുടങ്ങിയതെന്നുമാണ് ശ്രീകുമാർ മൊഴി നൽകിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.